2 ദിവസങ്ങളിലായി നടക്കുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം നൽകുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പ്രായപരിധിയിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഇളവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഈ PB അംഗങ്ങൾക്കും പ്രായപരിധി ഇളവ് ഉണ്ടാകും എന്ന ചില വിവരങ്ങൾ നൽകുന്നു. 7 അംഗങ്ങൾ ഒരുമിച്ചൊഴിയുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും ഒരു ആശങ്ക അറിയിച്ചതായി. ശരി, അങ്ങനെയുണ്ടോ? ഗൗരവമുള്ളൊരു ചോദ്യമായതുകൊണ്ട് ഗൗരവമുള്ള ഉത്തരം പറയാം. ഇല്ല, PB അംഗങ്ങൾക്ക് പ്രായപരിധി ഇളവ് ഉണ്ടായിട്ടില്ല. ഇല്ലാന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. PR സുനിൽ നമുക്കൊപ്പം. PR സുനിൽ, പ്രായപരിധിയിൽ ഇളവ് നൽകിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഖങ്ങളാണ് ഒഴിയേണ്ടി വരിക. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകുമോ? സുജി, എന്തായാലും പ്രായപരിധി കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ 75 വയസ്സ് കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 അംഗങ്ങളായിരിക്കും മാറേണ്ടി വരിക. അതിൽ പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, സൂര്യകാന്ത് മിശ്ര തുടങ്ങി 7 നേതാക്കൾ വരും. ഏതായാലും മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ പിണറായി വിജയന് ഇളവ് നൽകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പാർട്ടി കോർഡിനേറ്ററാണ് പ്രകാശ് കാരാട്ട്. ആരാകും ജനറൽ സെക്രട്ടറി എന്നതൊക്കെ തന്നെ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. സീതാറാം യെച്ചൂരിയെ പോലൊരു തലപ്പൊക്കമുള്ള നേതാവിന്റെ അഭാവത്തിലാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ആരെ കൊണ്ടുവരണം, ആരെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകുമ്പോൾ ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ചിലർക്ക് ഇളവ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കൾ 75 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ തന്നെ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ സുപ്രധാനമാകും. ഏതായാലും 75 വയസ്സ് കർശനമായി നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് 75 വയസ്സ് തികയാത്ത ആളുകളായിരിക്കും ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുക. ഒരുപക്ഷെ MA ബേബിയുടെ പേര് സജീവമായി പരിഗണിക്കാൻ അക്കാര്യത്തിൽ സാധ്യതയുണ്ട്. അശോക് ദാവഡയെ പോലുള്ള നേതാക്കളുടെ പേര് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നേരത്തെ പ്രകാശ് കാരാട്ടും ഇക്കാര്യം വളരെ വ്യക്തമാക്കിയതാണ്. പ്രായപരിധി വളരെ കർശനമായി നടപ്പാക്കും എന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇളവ് നൽകും എന്നുള്ള കാര്യം പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട ചർച്ച സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിന്മേൽ ഉള്ള കരട് റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുക എന്നതാണ്. ഈ കരട് റിപ്പോർട്ടായിരിക്കും പിന്നീട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. കഴിഞ്ഞ 3 വർഷക്കാലത്ത് നേരത്തെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സംഘടനാപരമായ കാര്യത്തിലുമൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തിയായിരിക്കും ഈ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇനി പ്രായപരിധിയിൽ PB അംഗങ്ങൾക്ക് ഇളവില്ല എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. ഇനി സംഘടനാ റിപ്പോർട്ടിന്റേതടക്കം വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് തുടർന്നെത്തിക്കാം. താങ്ക് യു PR സുനിൽ.